ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിൽ ഞങ്ങളുടെ കുറേ വിശേഷങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ഫങ്ഷൻസൊക്കെ മിക്സ് ചെയ്തൊരു വീഡിയോ ആണ്. ഇന്നൊരു കുടിയാലുണ്ട്. ഞാനും പിള്ളേരെല്ലാം എന്താ റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. കുറേ ഫങ്ഷൻസിൻ്റെ വീഡിയോസ് തന്നെ ഞാൻ ഇടുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഈ മാസം ഫുള്ള് ഫങ്ഷൻസ് തന്നെ. അപ്പോൾ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയിട്ടാണ് നമ്മൾ കൂടീൻ്റെ പോരെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരായിട്ട് പോകുന്നുണ്ട്. ഇത് റാഷിൻ്റെ ഫാമിലിയിലത്തെ റാഷിൻ്റെ കസിൻ്റെ കൂടി ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. അവിടെ പന്തലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ചിട്ട് വിളമ്പാനുള്ള പായസം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്ന് നെയ്ച്ചോറും ഇറച്ചിക്കറിയും അതിൻ്റെയൊക്കെ 4 കറിയും കൂടി ഉണ്ടെങ്കിൽ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. ഫുഡെല്ലാവരും കൂടെ കഴിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ പായസം എൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിച്ചിട്ട് ഈ ഒരു പായസം കൂടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കസിൻസ് എല്ലാം ഇരുന്നിട്ട് ഫോട്ടോസെല്ലാം എടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകുന്നുണ്ട്. ഉപ്പ ഇപ്പം ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. പോയിട്ടായിട്ട് ഇപ്പോൾ വേറെയും ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പുര കുടിയെല്ലാം കഴിഞ്ഞിട്ട് മടങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു പരിപാടിയും കൂടി ഉണ്ട് സുന്നത്ത് മംഗലം. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് മേങ്ങണം. അപ്പോൾ അതിനായിട്ട് മുട്ടായി മേങ്ങാനായിട്ട് ബേക്കറിയിൽ വന്നിട്ടുണ്ട്. മുട്ടായി എല്ലാം മേങ്ങിയിട്ട് ഉപ്പാൻ്റെ ഒക്കെ ഞങ്ങൾ പൊരിക്കന്നെ തിരിച്ചു പോകുന്നുണ്ട്. ഒരു ദിവസം 2 പരിപാടി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അത്രയും പരിപാടി തന്നെ. അങ്ങനെ ഇപ്പോൾ പൊരിക്കെത്തിയിട്ടുണ്ട്. പിള്ളേർക്ക് ഐസ്ക്രീം എല്ലാം മേങ്ങുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്. അടുത്തിൻ്റെ പിള്ളേരും വന്നിട്ടുണ്ട്. രാത്രി ഇപ്പോൾ റെഡി ആയിട്ട് ഞങ്ങൾ സുന്നത്തമംഗലത്തിന് പോകുന്നുണ്ട്. ഇത് ഉമ്മാൻ്റെ ഫാമിലിയിലത്തെ ഒരു സുന്നത്തമംഗലം ഡെക്കറേഷൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. സുന്നത്തമംഗലത്തിൻ്റെ വീഡിയോയിൽ ഞാൻ മുമ്പ് കുറേ ചെയ്തിട്ടുണ്ട്. ഇതാണ് പുതിയാപ്പിള. വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വന്ന് കുറേ ഐറ്റംസ് ഉണ്ട്. സെയിന ആദമെല്ലാം എൻജോയ് ആക്കിയിട്ട് കഴിക്കുന്നുണ്ട്. ആദമിന് ഒന്ന് സ്വന്തമായിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കണം. അത് ഇഷ്ടം എനിക്ക്. ഫുഡെല്ലാം കഴിച്ചിട്ട് ചൂട് ജിലേബി അത് കഴിക്കാനുള്ള ഒരു ടേസ്റ്റ് വേറെ തന്നെ. അങ്ങനെ ഇപ്പോൾ ജിലേബിയും കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി. ഇന്ന് വീണ്ടും ഒരു കല്യാണമാണ്. ഒരുപാട് ഫങ്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു മാസം. അപ്പോൾ ഞാനും സെയിനും ആദമൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് കല്യാണം. ഞങ്ങൾ പോകാനാകുമ്പോൾ ഹയ്യാനും കൂടെ ഇങ്ങനെ എത്തി. ബൈക്കിലാണ് ഞങ്ങൾ പോയത്. കല്യാണ വീടെത്തി ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. സെയിന ആദമാണെങ്കിൽ ആ സ്റ്റേജിൽ കയറിയപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. കല്യാണ വീട്ടിലെ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആണ്. ആദമിന് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കണമെന്ന് വാശി അടിച്ചപ്പോൾ ഇട്ട് കൊടുത്തതാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. റാഷിൻ്റെ ഇവിടെ നിന്ന് ഉമ്മാവിയും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് ഫുഡൊക്കെ കഴിച്ചത്. ഫുഡ് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് കല്യാണ ആഘോഷങ്ങളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. സ്റ്റേജൊക്കെ സെറ്റായിട്ടുണ്ട്. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഭാഗത്ത് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പാത്തു റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പാത്തു റെഡി ആയിട്ട് വന്നപ്പോഴും ഞാൻ പാത്തുവിനെയും സെനിയും നിർത്തിച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ഇത് ഇപ്പോഴത്തെ വീഡിയോസൊന്നുമല്ല, കുറച്ച് മുമ്പത്തെ വീഡിയോസാണ്. മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള വീഡിയോസാണ്. കുറേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഇനി ഒരു സുന്നത്ത് മംഗലാണ്. ഞാനും സെയിനും കൂടെ ഇന്നൊരു സുന്നത്ത് കല്യാണത്തിന് പോവാണ്. പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണമെന്ന് വിചാരിച്ച് ചെറുക്കളെത്തിയപ്പം ഐഡിയൽ ബേക്കറിയിൽ നിന്ന് ചോക്ലേറ്റ് ആണ് എടുത്തത്. അതും എടുത്ത് ഞങ്ങളിപ്പം നായ്മാറമുല്ലയാണ് ഫംഗ്ഷന് ഗോൾഡൻ 4 അവിടെ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ മുമ്പൊരു ഫംഗ്ഷന് വന്നിട്ടുണ്ട്. അതേപോലെ കാസർഗോഡ് സുന്നത്ത് കല്യാണത്തിന് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് സുന്നത്ത് കല്യാണത്തിന് പുതിയാപ്പിളിനെ പോലെ ഒരുങ്ങുമ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കും. നോട്ട് കൊണ്ട് മാലയും പൊക്കയൊക്കെ ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കും. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഫാമിലി ആയിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് സെയിന് സ്കൂളിന് ചേരുന്ന സമയത്തായിരുന്നു കേട്ടത്. അപ്പോൾ സെയിനിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ഉപ്പാൻ്റെ കൂടെ സെയിനിനും കൂട്ടിയിട്ട് പോയിക്കാനും വന്നതാണ് സ്റ്റുഡിയോയിൽ. സെയിനിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. ഫസ്റ്റാണ്. ഇതുവരെ നമ്മളുള്ളത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. സ്കൂളിന് വേണ്ടിയിട്ട് ഫസ്റ്റാണ് ഇത് എടുക്കുന്നത്. പോയിക്കാൻ തന്നെയുള്ള വിസ്മയ സ്റ്റുഡിയോ എന്നാണ് ഫോട്ടോ എടുത്തത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഫോട്ടോ ഇപ്പോൾ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് റെഡി ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും സെന്നും ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വന്നു. ഐസ്ക്രീം ചോക്കോബാർ മതി എന്ന് പറഞ്ഞ് ഞാനൊരു ജ്യൂസ് എടുത്ത് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ മെല്ലെ ഇറങ്ങിയായിരുന്നു. വിസ്മയ സ്റ്റുഡിയോൻ്റെ താഴേൻ്റെ ഇവിടെ ഒരു കുഞ്ഞൊരു ബേക്കറി പോലെ സ്നാക്സ് എല്ലാം ഉള്ളൊരു ഷോപ്പുണ്ട്. ചായയെല്ലാം കിട്ടും ഇവിടെ. ഈ ഒരു ഗോളി ബജൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പ കൊണ്ടുവരലുണ്ട് ഏകദേശം. ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ ഈ ഗോളി ബജ വാങ്ങാൻ അറിഞ്ഞിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരത്തെ ചായയൊക്കെ ഗോളി ബജ ഭയങ്കര ടേസ്റ്റാണ്. കുറേ വീഡിയോസായിട്ട് ഫോണിൽ നിറഞ്ഞപ്പോൾ എല്ലാം കൂടി എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നിച്ച് എഡിറ്റ് ചെയ്തത്. പിള്ളേർക്ക് 2 ലോലിപ്പോപ്പ് വാങ്ങിച്ചിട്ട് ഉപ്പാൻ്റെ കൂടെയാണ് ബൈക്കിൽ വന്നത്. അങ്ങനെ ഞങ്ങളതെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് തന്നെ വീട്ടിലേക്ക് പോവാണ്. എന്തായാലും ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ പോയിക്കാനും ടൗണെല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. ഞങ്ങൾ പോയിക്കാനും ടൗണ് ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാം. എന്നാലും കുറച്ച് പുറത്തുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയാൻ വഴിയില്ല. ഇതാണ് ഞങ്ങളെ നാട് നുസ്രത്ത് നഗറിലേക്ക് എൻ്റെ പൊരിക്ക് പോകുന്നൊരു വഴിയാണ് ഇതെല്ലാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊല്ലമ്പാടില്ല റാഷിൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നത്. ഞാൻ റാഷിൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലായിട്ട് മാറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുരയെന്നാണ് ഞങ്ങൾ പറയുക. റാഷിൻ്റെ പുരയിലാണ് ഇപ്പോൾ ഉള്ളത്.
പിന്നെ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിൻ്റെ ടൈമിൽ എനിക്ക് റാഷി സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 9th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ 9 റോസസ് ഒക്കെ വെച്ചിട്ട് തന്നത്. അപ്പോൾ ആ 9 റോസസ് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഡ്രസ്സിനായിട്ട് ചെയ്യിപ്പിച്ചതാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഔട്ടിങ് വീഡിയോ ആണ്. ഇനി ഞങ്ങളൊരു ഔട്ടിംഗ് ആണ്. ആദ്യം വന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ലിബർട്ടി ടെൻറ്റിലാണ്. ഞാൻ അലൈനേഴ്സ് ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അലൈനേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പത്തെ വീഡിയോ ആയിരുന്നു, ആ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത സമയത്തുള്ള വീഡിയോ ആയിരുന്നു. ഇപ്പോൾ അലൈൻമെൻ്റ് ഒക്കെ ഇട്ട വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബേക്കാച്ചിയിലേക്ക് ഫുഡ് കഴിക്കാൻ വന്ന്. ഇവിടെ വെയിറ്റിംഗ് കുറച്ച് കൂടുതലാണ്, പക്ഷേ എന്നാലും ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഏകദേശം വരുന്നതാണ് ബേക്കാച്ചിയിലേക്ക്. ഇന്നിപ്പോൾ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈഡ് റൈസ്, ലോഡഡ് ഫ്രൈസ്, ചിക്കൻ സ്ട്രിപ്സ്, ബർഗർ, അതേപോലെ ഫ്രൈഡ് ചിക്കൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ ബന്നും മയണൈസൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ റാപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞങ്ങൾ പെപ്സിയാണ് എടുത്തത്. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു ജ്യൂസും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ട്, ലെമണേഡും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഫലൂദാവും കൂടെ എടുത്ത് അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഷോപ്പിങ്ങിന് പോയി. ബേക്കാച്ചിൻ്റെ താഴെ തന്നെയായിട്ട് ഈ ഒരു ചെരുപ്പിൻ്റെ പീടിക. എനിക്ക് അഭിക്കും രണ്ടാൾക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ചെരുപ്പ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്മാർട്ട് ബസാറിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്ന് ഇവിടെ താഴെ തന്നെ സ്വീറ്റ് കോൺ ഉണ്ട്. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതും വാങ്ങിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാഗ് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു സ്മാർട്ട് ബസാറിൻ്റെ മുമ്പിൽ. അതൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. നല്ലൊരു അടിപൊളി ദിവസം തന്നെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഞാനിത് എൻ്റെ പുരയിൽ വന്നിട്ടുണ്ട് പോയിക്കാൻ. ഞാൻ പറഞ്ഞു കുറേ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നുണ്ട്. സവാദീശാനും പുരയിൽ വന്ന സമയത്തായിരുന്നു. അന്ന് നമുക്കൊരു സുന്നത്ത് മംഗലം പരിപാടി ഉണ്ടായിരുന്നു. കാസർഗോഡ് സുന്നത്ത് മംഗലം വലിയ ആഘോഷമാണ്. കാസർഗോഡ് സുന്നത്ത് മംഗലത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കുറേ കമൻസും അതിൽ വന്നിട്ടുണ്ട്. ഇന്നൊരു സുന്നത്ത് മംഗലത്തിൻ്റെ വീഡിയോ ആണ്. 2 പിള്ളേരെ സുന്നത്ത് മംഗലമാണ്. ഇതാണ് നമ്മളെ പുതിയാപ്പിളമാർ. സുന്നത്തൊക്കെ കഴിഞ്ഞ് തേങ്ങാപ്പാലൊക്കെ തേച്ച് കുളിച്ച് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ ചടങ്ങ് വെക്കുക. ഈ ഒരു ഫംഗ്ഷന് കാസർഗോഡ് വലിയ ആഘോഷമാണ്. പിള്ളേരെ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിലായിരിക്കും സ്റ്റേജിൽ കൊണ്ടുവരിക. സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഓർക്കുള്ള ഗിഫ്റ്റാണ് നോട്ടുമാലയും നോട്ടിലുള്ള ബൊക്കെയൊക്കെയാണ് അധികം ഗിഫ്റ്റായിട്ട് കിട്ടുക. എൻ്റെ കസിൻ്റെ മക്കളുടെ സുന്നത്ത് മംഗലമാണ്. എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ആൾ. ഫുഡിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിള്ളേർക്ക് വേണ്ട ഐസ്ക്രീം, പോപ്കോൺ, പഞ്ഞിമിഠായി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു കേക്കാണ്. സുന്നത്ത് മംഗലം തീമിലാണ് കേക്ക് ഉണ്ടാക്കിയത്, പൈസയൊക്കെ വെച്ചിട്ട്. പിന്നെ പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ പാട്ടുകാരുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പുതിയാപ്പിളമാർക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ. കാസർഗോഡ് ഇങ്ങനെയാണ് കേട്ടോ, എല്ലാം ആഘോഷിക്കുന്നവരാണ്. ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് പാവങ്ങൾ പൈസക്കാരൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും ആഘോഷിക്കാം സ്നേഹത്തോടെ സന്തോഷത്തോടെ. ഫ്രണ്ട്സായിട്ട്, നാട്ടുകാരായിട്ട്, ഫാമിലി ആയിട്ടുള്ള ഇങ്ങനെയുള്ള സെലിബ്രേഷൻസൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കൊല്ലമ്പാടിയിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഫംഗ്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് താമസിക്കലാണ്. 2 ഇടത്തിലായിട്ട് താമസിക്കുന്നുണ്ട്. 2 വീട്ടിലും 2 ഫാമിലിയിലത്തെ ഒരു ഫംഗ്ഷന് മിസ് ചെയ്യരുത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ 2 ഇടത്തിലായിട്ടും പിള്ളേർക്ക് ഓരോ കസിനൊക്കെ ആയിട്ട് നിൽക്കുന്നത് അതൊരു എക്സ്പീരിയൻസും ആണല്ലോ. അതുകൊണ്ട് 2 ഇടത്തിലും മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്. വേറൊരു സുന്നത്ത് മംഗലാണ്. എൻ്റെ കുഞ്ഞാൻ്റെ മോൻ്റെ 2 മക്കളുടെ സുന്നത്ത് മംഗലാണ്. അപ്പോൾ ഇത് ഞാൻ കൊല്ലമ്പാടിയിൽ നിന്ന് ഉമ്മ പാത്തു ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ടാണ് പോയത്. അതിൻ്റെ വീഡിയോ കാണിക്കാം. വീണ്ടും കാസർഗോഡ് സ്റ്റൈലൊരു സുന്നത്ത് മംഗലം ബ്ലോഗാണ്. സുന്നത്ത് മംഗലം ബ്ലോഗ് ഇടുന്നതുകൊണ്ട് കുറേ ആൾക്കാരെന്നെ ഒഫീഷ്യൽ സുന്നത്ത് മംഗലം ബ്ലോഗറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കുറേ ഫംഗ്ഷൻസ് കിട്ടുന്നുണ്ട്. കുറേയൊക്കെ ഞാൻ വീഡിയോസ് ഇടാതെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെൻ്റെ കസിൻ്റെ 2 മക്കളുടെ സുന്നത്ത് മംഗലം വീഡിയോ ആണ് കേട്ടോ. കാസർഗോഡ് സുന്നത്ത് മംഗലം ഭയങ്കര ആഘോഷമാണ്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പുതിയാപ്പിളമാർക്ക് നോട്ടുമാലയിടലും ഗിഫ്റ്റ് കൊടുക്കലും പടക്കം പൊട്ടിക്കലും കേക്ക് മുറിക്കലും അങ്ങനെ ഭയങ്കര ഒരു ആഘോഷമാണ്. ഇതൊരു ഔട്ട്ഡോർ ഫംഗ്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആംബിയൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിള്ളേരുടെ ഇരുന്നിട്ട് എൻജോയ് ആക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പൂളും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് അപ്പം, പൊറോട്ട, നെയ്പ്പത്തിരി തുടങ്ങിയിട്ട് എല്ലാം ഉണ്ട്. നെയ്ച്ചോറ്, ബിരിയാണി, പല ടൈപ്പ് ബിരിയാണി. പല ടൈപ്പ് എന്ന് പറഞ്ഞാൽ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ ഫുഡ് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് ഞാൻ വേസ്റ്റ് ആക്കാത്ത പോലെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നീട് ലൈവായിരുന്നു ഫുഡെല്ലാം. അപ്പം, നെയ്പ്പത്തരി, പൊറോട്ട അതൊക്കെ ലൈവായിട്ട് ചുട്ടു കൊടുക്കുന്നുണ്ടായത്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ചായ ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് മൈസൂർ പാക്ക്, ജിലേബിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് വന്ന്. ഇവിടെയാണ് സ്റ്റേജൊക്കെ ഉള്ളത്. കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇതാ പുതിയാപ്പിളമാരെ നോട്ടുമാലയൊക്കെ ഇട്ട് നിന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പിള്ളേരെ കൊണ്ടും നോട്ടുമാലയെല്ലാം ഇടിയിച്ച് 2 ആൾക്കും. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത്. എൻ്റെ കസിൻ്റെ വൈഫാണ് അനീസ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ്. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത്. പിന്നെ പാട്ടുണ്ടായിരുന്നു.
പിന്നെ പുതിയാപ്പിളമാരെ ഇരുത്തിയിട്ട് കൈമുട്ടിപ്പാട്ടും ഉണ്ടായിന്. അപ്പം അത്രയാണ് വീണ്ടും ഒരു സുന്നത്തുമംഗല വിശേഷം. അത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് റാഷിൻ്റെ ഫാമിലിയിൽ റാഷിൻ്റെ കസിൻ്റെ മോള് കാതുകുത്ത് മംഗലമായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ പോയ അതിൻ്റെ വീഡിയോ ആണ്. കാസർഗോഡ് സുന്നത്തുമംഗലം പോലെ തന്നെ ഭയങ്കര ആഘോഷമാണ് കാവുകുത്ത് മംഗലം എന്ന് പറയും ഞങ്ങൾ. അപ്പോൾ ഇന്നൊരു ഫാമിലിയിൽ ഒരു കാതുകുത്ത് മംഗലമാണ്. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ച്. സുന്നത്തുമംഗലത്തിന് പുതിയാപ്പിളയാണെങ്കിൽ കാതുകുത്ത് മംഗലത്തിന് പുതിനാട്ടിയാണ്. ഇതാണ് നമ്മൾ പുതിനാട്ടി. അപ്പോൾ അതിന് ഗിഫ്റ്റെല്ലാം കൊടുക്കട്ടെ. സുന്നത്തുമംഗലം പോലെ തന്നെ ഇപ്പോൾ നമ്മൾ പിള്ളേരെ കൊണ്ട് ഗിഫ്റ്റെല്ലാം കൊടുപ്പിക്കുന്നുണ്ട്. കിട്ടിയ ഗിഫ്റ്റെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ നേരെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വന്ന്. പിന്നെ പിള്ളേർക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ പോപ്കോൺ ഉണ്ട്. സെയിനും ആദമലും എൻജോയ് ആക്കിയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ പഞ്ഞിമുട്ടായി അതും അവർക്ക് ഭയങ്കര ഇഷ്ടം. പാത്തും സെയിനും ആദമും എല്ലാം എൻജോയ് ആക്കിയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ആ കാതുകുത്തിയ കുഞ്ഞിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ മുട്ടായി എല്ലാം കൊടുത്തതിന് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വന്ന്. ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് നമ്മൾ ഇങ്ങനെ കസിൻസ് എല്ലാം ആയിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാനായിട്ട് വന്ന്. പിന്നെ നല്ല അടിപൊളി പാട്ട് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേക്ക് ഒരാൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് നല്ലൊരു പാട്ട് പാടിയിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ നല്ല മഴ പെയ്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ കാസർഗോഡ് ഒരു കാതുകുത്ത് കല്യാണ വിശേഷം. അങ്ങനെ ഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സെയിൻ്റെ സ്കൂൾ തുറക്കുന്ന ടൈമിലേക്ക് എത്തി. സെയിൻ്റെ ഫസ്റ്റ് ഡേ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ക്ലാസ് തുടങ്ങി. എല്ലാവർക്കും അറിയാം അപ്സര സ്കൂളിലാണ് സെയിനെ ചേർത്തത്. കുറേ ആൾക്കാർക്കെല്ലാം അറിയാം. ഞാൻ കുഞ്ഞ് ഷോർട്സിലായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ അത് ഒരു എക്സ്പീരിയൻസ് തന്നെയല്ലേ. അപ്പോൾ അത് റാഷിക്ക് വിളിച്ച് വീഡിയോ കോളെല്ലാം ചെയ്തിട്ട് കാണിച്ച് ഓനിക്ക് ഒരു എല്ലാം യൂണിഫോം എല്ലാം ഇട്ട് ആ ബാഗൊക്കെ പിടിച്ച് അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളായി അത് ഓൻ്റെ ഓർമ്മക്കെല്ലാം എടുത്ത് ഇങ്ങനെ വെക്കണം എന്നുണ്ടായിരുന്നു. മാമ പാത്തു എൻ്റെ കസിനാണ് പാത്തു. അപ്പോൾ എല്ലാവരായിട്ട് ഇങ്ങനെ ഇട്ട് വീഡിയോവും എല്ലാം ഒരു മെമ്മറിക്ക് എല്ലാം എടുത്ത് അങ്ങനെ ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ടാണ് കേട്ടോ പോയത്. ഞാനും ഉമ്മ എൻ്റെ റാഷിൻ്റെ ഉമ്മ ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് സെയിനിനെ കൊണ്ടുപോയത് സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ. നമ്മൾ പാരൻസ് എല്ലാം പോകണമല്ലോ. അങ്ങനെ ആടെ എല്ലാം ഇങ്ങനെ ക്യൂട്ടായിട്ടെല്ലാം ചെയ്ത് വെച്ചതെല്ലാം നല്ല രസമായിരുന്നു. സെയിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എല്ലാം ഭയങ്കര ഇഷ്ടമായി ഓന്. ക്ലാസ് റൂമിലാണെങ്കിലും ടീച്ചേഴ്സും കുറച്ച് ഫ്രണ്ട്സും എല്ലാം ആദ്യം ഒന്നെല്ലാം പരിചയപ്പെടാൻ എല്ലാം അങ്ങനെ നടന്ന്. സെയിനും ഇങ്ങനെ ഫസ്റ്റ് ഡേ ഒക്കെ വരാൻ മടി കാണിക്കുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ പാത്തു കൂടി ഉണ്ടായതുകൊണ്ട് എൻ്റെ ബ്രദറിൻ്റെ മോളാണ് റാഷിൻ്റെ. പെട്ടെന്ന് തന്നെ സെയിൻ സ്കൂളിലേക്കെല്ലാം വന്ന അന്നത്തെ ദിവസം പെട്ടെന്ന് തന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അനിയന് വരുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കൊല്ലമ്പാടിയിൽ നിന്ന് എൻ്റെ പേർക്ക് വന്ന്. ഇപ്പോൾ വന്നത് ബൽക്കിയാണ്. ഞാൻ വന്നതിന് ശേഷമാണ് ബൽക്കി വന്നത്. ബൽക്കിയും പിള്ളേരെല്ലാം വന്ന്. ബൽക്കി വണ്ടി ഓളെന്നെ ഓടിച്ചിട്ട് വരുന്നത്. ഇപ്പോൾ ബൽക്കി തന്നെ എടുത്ത വണ്ടിയാണ് ഡ്രൈവിംഗ് എല്ലാം പഠിച്ചിട്ട്. ഇപ്പോൾ ബൽക്കി തന്നെ സ്വന്തമായിട്ട് തന്നെ ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ അനിയന് ദുബായിൽ നിന്ന് വന്നതിന് ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് വന്നിട്ട്. ഇതിപ്പോൾ കുറച്ച് നിൽക്കാനായിട്ട് വരുന്നത് ഇപ്പോഴാണ്. ഞങ്ങൾ എല്ലാവരും അനിയനെ കാത്ത് നിൽക്കുന്നുണ്ട്. അനിയൻ ഉച്ച സമയത്താണ് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അവനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നിച്ച് കഴിക്കാറിഞ്ഞിട്ട് പെട്ടിയെല്ലാം ഉള്ളിൽ എടുത്ത് വെച്ച് അവന് നാടൻ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ നാടൻ ഫുഡാണ് എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ പെട്ടിയെല്ലാം പൊട്ടിക്കാനായിട്ട് കഴിഞ്ഞ്. പെട്ടി പൊട്ടിക്കെന്ന് പറയുമ്പോൾ പണ്ടത്തെ ഓർമ്മ തന്നെയാണ് കേട്ടോ. ഒരു നൊസ്റ്റാൾജി തന്നെയാണ്. ഞാനും ഏട്ടത്തിയും അനിയനും ഞങ്ങൾ എല്ലാവരായിട്ട് കാക്കാലം കൊണ്ട് നിൽക്കും. പെട്ടി ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ കാത്ത് നിൽക്കും. കാക്കാരെന്ന ഉമ്മാൻ്റെ ആങ്ങളെയാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗാണ്. ഇപ്പോൾ നമ്മളെ മക്കളൊക്കെ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം. പിന്നെ കിബീർ ദുബായിൽ വൈറലായിട്ടുള്ള ഈ ഒരു പിസ്താഷ്യ കുനാഫ ചോക്ലേറ്റ് ഇല്ല അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ കാണിക്കാനുള്ളത് നമ്മളെല്ലാവർക്കും അറിയാം. പണ്ട് മുതലേ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഒരു സ്പ്രേ ആണ്. ഇത് ഉപ്പാ കൊണ്ടുവന്നതാണ്. പിന്നെ ഈ ഒരു വെറൈറ്റി സാധനം ഇതിൽ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ പേര് അറിയുമെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പണ്ടത്തെ ഓർമ്മകൾ പണ്ടേ എല്ലാവരും കൊണ്ടുവരുന്ന കുറേ സാധനങ്ങളാണ്. ഇതിൻ്റെ പുറമെ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യട്ടെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. വീണ്ടും കൊല്ലമ്പാടിയിലേക്ക് വന്ന് സെയിനും പാത്തും സ്കൂളിൽ ഒന്നിച്ചിട്ട് പോകുന്നുണ്ട്. സെയിനും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്കൂളിൽ പോകുന്നതൊക്കെ. പാത്തും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മടിയൊന്നും കാണിക്കാതെ തന്നെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ പല്ലൊക്കെ എടുത്തതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം റീലിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ പല്ലെല്ലാം എടുത്തിട്ടുണ്ട്. പല്ല് താത്താനുള്ള പ്ലാനാണ്. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നൊക്കെ ഉള്ളത് ഞാനും ഇൻഷാല്ല അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വിസിറ്റിനായിട്ട് ഞാൻ ഔട്ടിങ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസർഗോഡ് ഒരു ഔട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത് അപ്പോഴാണ് ഇത്. ഞാൻ ലേറ്റർ ഇതൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം പോയതാണ്. ഒരു പല്ലെടുക്കേണ്ടതൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ പ്രസ്റ്റീൻ്റെ അലൈനേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തായാലും റിസൾട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഇത് അലൈനേഴ്സൊക്കെ ഇടുന്നതിന് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ പല്ല് കുറച്ച് പൊന്തിയൊക്കെ കാണാം. എന്തായാലും വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.